ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അവളുടെ ഡ്രസ്സ് വലിച്ചു കീറുക അല്ലെന്നുണ്ടെങ്കിൽ അവളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഒരു തരത്തിലും ആണത്തമായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കണം. ചീഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ചാനലിലൂടെ കൃത്യമായിട്ട് ഐശ്വര്യ അതിനെതിരെ അവരുടെ ഒരു കുടുംബ പ്രശ്നം കൂടിയാണ് പ്രതികരിച്ചു. അതെടുത്തുകൊണ്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വന്നു. ഞാനും അത് പ്രതികരിക്കാൻ പോയി. കാരണം എന്താണ് പോലീസ് നടപടി ഇത്രയധികം വൈകുന്നത്, അത് ശരിയല്ലല്ലോ എന്നുള്ള രീതിക്ക്. ആ സമയത്താണ് എനിക്ക് അതുൽ വ്ളോഗ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതുൽ ചെയ്ത റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു കുറച്ച് മണിക്കൂർ മുമ്പ്. അപ്പം അതിനകത്ത് കണ്ട സമയത്ത് ആ തോമസ് എന്ന് പറയുന്ന, അതായത് ഇവർ പ്രതി എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ 9ാം ക്ലാസ്സുകാരൻ അയച്ചു കൊടുത്ത കുറച്ച് വീഡിയോസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ ആ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കണ്ട സമയത്ത് ഇവിടേക്കോ എന്തെയോ മിസ്ലീഡ് ചെയ്യുന്നതാണോ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നണക്ക് തോന്നി. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് കുറച്ച് ആ വീഡിയോസ് അത്ര ഭയങ്കര സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് കുറച്ച് അല്ലാതെയാണ് ഞാൻ കാണിക്കുന്നതെന്നുള്ളത്, സ്ലോ മോഷനിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങളത് കണ്ടു നോക്കും, അപ്പം മനസ്സിലാവും എന്താണെന്ന്. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് കൃത്യമായിട്ട് ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി വസ്ത്രമൊന്നുമില്ല, അത് അയാളുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇവരാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഒരു കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ആ ലിറ്റി എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മ ആരെയോ അടിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഉപദ്രവിക്കുന്നത്. അതിനകത്ത് ലിറ്റിയും അവരെ അങ്ങോട്ട് ഉപദ്രവിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഒരു വയസ്സായ സ്ത്രീ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുന്നുണ്ട് ആ തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ് തള്ളിയിടുന്നത്, എത്ര ക്രൂരമായിട്ടാണ് അയാൾ ചെന്ന് വീഴുന്നതെന്നുള്ള കാര്യം. അതിൽ നിന്ന് കൃത്യമായിട്ട് ആ സ്ത്രീയുടെ, ലിറ്റി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരെ പിടിച്ച് മാറ്റുന്നത് അതിശക്തമായിട്ടാണ്. വീണ്ടും വീണ്ടും അയാളെ പിടിച്ച് ആ തോമസ് എന്ന് പറയുന്ന ഇപ്പം പ്രതിയാക്കപ്പെടുന്ന ആ വ്യക്തിയാണ് എടുത്ത് എറിയുന്നതെന്ന് പറയുന്നത്. ആ പിടിച്ച് വലിച്ചതിലായിരിക്കും ഒരുപക്ഷെ അവരുടെ വസ്ത്രം കീറിയത്. ഇനി നോക്കി, ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്ന അവരുടെ അച്ഛനാണ് ഈ മനുഷ്യനെ വീണ്ടും അടിക്കാനായിട്ട് കൈ ഊങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഇപ്പം അവരുടെ ഭർത്താവ് വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റുന്നത്, അതായത് ലിറ്റിയുടെ അച്ഛനെ തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ നിൽക്കുന്ന വയസ്സായ അമ്മേനാണ് അത് ലിറ്റിയുടെ അമ്മ അടിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. ഇന്നലെ അവരിട്ട വീഡിയോയ്ക്കകത്ത് ലിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ ആ മനുഷ്യനെ, തോമസ് എന്ന് പറയുന്ന മനുഷ്യനൊന്നും ചെയ്തില്ല, അയാൾ അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ്, അയാളിപ്പം ചുമ്മാതെ ഒരു കാര്യമില്ലാതെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. ഈ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ആ മനുഷ്യൻ എത്ര ഇതിലാണ് ചെന്ന് വീഴുന്നത്, പിടിച്ച് തള്ളുന്നത്, അതിക്രൂരമായിട്ട് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ലിറ്റിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരെ അതിശക്തമായിട്ട് അവരുടെ ഭർത്താവ് തിരിച്ചു പിടിച്ച് മാറ്റുന്നുണ്ട്. ആ പിടിവലിക്കിടയിൽ ഉടുപ്പ് കീറാനുള്ള സാധ്യതയുണ്ട്, മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ പറയുന്നതിൽ വാസ്തവവിരുദ്ധമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ടെന്നുള്ളത് ഈ ഒറ്റ വീഡിയോ മതി തെളിവായിട്ട്. ഒരു പക്ഷേ ഇവരിതിൻ്റെ ഇടയ്ക്ക് ആ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എടുത്ത വീഡിയോ ആണിത്, പകർത്തി വെച്ചതാണ്. അപ്പോൾ അത് അവർ ശ്രദ്ധയിൽപ്പെട്ട് കാണൂല. ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് ഈ വീഡിയോ അവർ ഹാജരാക്കിയിട്ടുണ്ടായിരിക്കും. അത് കാണുന്ന ഏതൊരു മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഇവരുടെ ഭാഗത്തും കൃത്യമായിട്ട്. കാരണം അവരുടെ വീട്ടിലോട്ട് ഇവർ ചെന്ന് കയറുന്ന വീഡിയോ ആണ് അവർ ഹാജരാക്കുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിൽ പോയിട്ട് തോമസ് എന്ന് പറയുന്ന വ്യക്തി വഴക്കുണ്ടാക്കിയാൽ അതിൽ കുറച്ചുകൂടെ നിയമ നടപടി മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നേരെ തിരിച്ച് അവരെല്ലാം റെഡി ആയിട്ട് വന്നിട്ട് വസ്ത്രം പോലും ഇല്ലാതെ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയാളെ, വയസ്സായ ആ സ്ത്രീയെ കൃത്യമായിട്ട് ഒരു കയ്യിൽ ഒരു പൊടി കുഞ്ഞിനെ വെച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പോകുന്ന ആ ലിറ്റി എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ മനസ്സിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആ പിടിവലിക്കിടയിൽ എന്നാണ് ആ കുഞ്ഞ് താഴെ വീണുപോയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. പിഞ്ചു കുഞ്ഞോ, കുറേ പേര് കമന്റ് ഇടുന്നത് കണ്ടു, കുഞ്ഞിനെ വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പിഞ്ചു കുഞ്ഞുമായിട്ടല്ലോ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞുള്ള മുതലെടുപ്പ് ആ വീഡിയോക്കകത്ത് കൃത്യമായിട്ട്. കാരണം എൻ്റെ പിഞ്ചു കുഞ്ഞിനെ എനിക്ക് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ പിഞ്ചു കുഞ്ഞിനെയാണ് അടിയുടെ ഇടയിലേക്ക് ഇവർ കൊണ്ടുപോയെന്ന് ആലോചിക്കണം. അത്രയും സാമാന്യ ബോധം അവർക്ക് വേണം സ്വാഭാവികമായിട്ടും. ഈ ഇവർക്കിടയിലുള്ള ആ പയ്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതുലിൻ്റെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അത് ഞാൻ എടുത്തിട്ടില്ല. വോയിസ് റെക്കോർഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് വിളിച്ചപ്പോൾ ഉള്ളത് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ആ പയ്യൻ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കുറച്ച് പൈസയുടെ ഇഷ്യൂസ് ഉണ്ട്, 1.25 ലക്ഷം അങ്ങനെ എന്തോ. അതെന്തോ പറഞ്ഞു തീർത്ത് അവസാനം 36,000 രൂപയിലാണ് എന്തോ കൊടുത്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിൽ എന്തോ കൊണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ആ പൈസ ചോദിച്ച് അവരോട് ചെല്ലുന്ന സമയത്ത് മൊത്തം അവർ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടായിരിക്കാം വീഡിയോസ് എടുത്ത് പോലീസിൽ കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇഷ്യൂസ് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. പിന്നെ ഇവർ ഈ പൈസ കൊടുത്തിട്ടില്ല, അപ്പം അതിൻ്റെ പേരിൽ എന്തോ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അത് ചോദിക്കാനും പറയാനുമാണ് വീണ്ടും ഇവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം രണ്ട് കൂട്ടരുടെ ഇടയിലും എന്തോ കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഐശ്വര്യയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു വിധത്തിൽ എത്തിയ നടത്തില്ല. ഒരുപക്ഷെ ആ കുട്ടി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഒരു ഭാഗത്ത് മാത്രമാണ് ശരി, ഒരു ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നുള്ളത്. പക്ഷേ ഈ വീഡിയോ കണ്ട സമയത്ത് കുറച്ച് മാത്രമാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും അവർ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും തെറ്റാണെന്ന് ഇതിലൂടെ ആഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
അത്യാവശ്യം അവരുടെ ഭർത്താവിൻ്റെ ആ ചേട്ടൻ എന്ന് പറയുന്ന ആൾ കാണുന്ന സമയത്ത് പ്രായമുള്ളത് പോലെ തന്നെയാണ് തോന്നുന്നത്. ആരോഗ്യം അത്ര നല്ല രീതിക്കുള്ളതല്ല, ഭയങ്കര ഇതായിട്ടുള്ളതല്ല. ആ മനുഷ്യനെ ഈ 4 പേരും കൂടെ ചേർന്നിട്ടാണ്, ഭർത്താവാണ് ഇല്ല എന്നൊരു സംഭവമൊക്കെ പറയുന്നുണ്ട്, ഭർത്താവ് അതിനിടയിൽ ഇല്ലായിരുന്നു, പക്ഷെ പിടിച്ച് കൃത്യമായിട്ട് മാറ്റുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അറിഞ്ഞെടുത്തോളം അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് മനസ്സിലായിടത്തോളം അവരുടെ ഭർത്താവാണ് അതിനകത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആ വ്യക്തി ഇതിൽ നിന്ന് കൃത്യമായിട്ട് സ്വന്തം ചേട്ടനെയാണല്ലോ ഈ തള്ളിയിടുന്നത്, പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അതിശക്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ രൂക്ഷമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഹാർട്ട് പേഷ്യൻ്റ് ആണ് എൻ്റെ അച്ഛന് BP ആണെന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇയാളെ പിടിച്ച് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹവും പോയി ഇവിടെ അഡ്മിറ്റ് ആയെന്ന് പറയുന്നു. ഇത്രയും ഇടി കൊണ്ടല്ലെന്നുണ്ടെങ്കിൽ വീണ മനുഷ്യന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് കള്ളമാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുകയെ, മേ ബി ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഞാൻ ഇവരെ ന്യായീകരിക്കുക, അവരെ തെറ്റ് പറയുക മാത്രമല്ല ചെയ്യുന്നത്, എങ്ങനെയൊക്കെ പോയി നമ്മൾ നിവിൻ പോളിയുടെ കേസ് കണ്ടാണ് കൃത്യമായിട്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വല്ലാത്ത നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നുണ്ടോ, അത് മുതലെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ചെയ്യാത്ത തെറ്റുകൾക്ക് പേരിൽ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇടയ്ക്കൊരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നൊരു പരാതി അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് തെളിയുന്നത്. ഈ ഭർത്താവിനോടുണ്ടായിരുന്ന അവരുടെ വൈരാഗ്യത്താൽ മകളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ ഒരു കേസ് വന്നതാണ് സത്യത്തിൽ. ഇതാ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇത് തെളിയിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത്. ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഇടയുമുണ്ട്. ഇവരുടെ ഇടയിൽ നല്ലതായിട്ട് എന്തൊക്കെയോ പണത്തിൻ്റെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ വയസ്സായ ഒരു സ്ത്രീ, അയാളുടെ അമ്മ തന്നെയാണെന്ന് തോന്നുന്നത് തൊട്ടടുത്ത് നിൽക്കുന്നത്, ആ ഒരു സ്ത്രീയെ ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ ലിറ്റി എന്ന് ഇപ്പം ആശുപത്രി കിടക്കുന്ന ആ സ്ത്രീയുടെ അമ്മയാണ് നടന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ മനസ്സെന്താണ്, കൃത്യമായിട്ട് അടി ഉണ്ടാക്കാൻ വന്നതാണെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവർ അങ്ങോട്ട് ചെന്ന് അടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. അപ്പം കുറേ പേര് ഇവർ ഈ കിടക്കുന്നത് കൊണ്ടും ഈ ഉടുപ്പ് കീറി വെച്ചിരിക്കുന്ന പെണ്ണിൻ്റെ ഉടുപ്പ് മാനം കെടുത്തി എന്നുള്ള രീതിക്കും, കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ട് അവരെ കൈ പിടിച്ച് ഒടിച്ചു എന്നുള്ള രീതിക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ മനുഷ്യനെതിരെ തെളിയുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരു കുടുംബം ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല, കാരണം ഞാനിത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട ഈ ഭാഗത്തോളം അവർ പറഞ്ഞതിലും, അതായത് ലിറ്റി എന്ന് പറയുന്ന സ്ത്രീ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് തെറ്റുണ്ടെന്നുള്ള കാര്യം ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ മനുഷ്യനെ എടുത്ത് എറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എത്രമാത്രം ഇതിനകത്ത് ആക്രമണോത്സവമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഒരുപാട് പരിക്ക് പറ്റിയിരിക്കാം, കൈ പോയിരിക്കാം, കാരണം അത്തരത്തിലാണ് എറിയുന്നതെന്ന് തോന്നുന്നത്. അപ്പം ചില കാര്യങ്ങൾ പറയുന്ന സംബന്ധിച്ച് ചിലപ്പോൾ ആ പൈസയുടെ സംഭവം ഒരു ഇഷ്യൂ ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, കേസ് പോലെ ആക്കി കഴിഞ്ഞാൽ അതങ്ങ് പോകും എന്നുള്ളൊരു സംഭവം പറയാൻ പറ്റില്ല. ഇനി ഇതിനിടയിൽ ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന വെളിയിലോട്ട് വരുമ്പോഴേ സത്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ചിയേഴ്സ് വിത്ത് ആശു, ഐശ്വര്യ ഈ ഒരു ഇഷ്യൂവിലേക്ക് ഇടപെട്ടത് സ്വന്തം കുടുംബത്തിൽ ഇഷ്യൂ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ക്ലാരിഫിക്കേഷൻ, ചിലപ്പോൾ ഈ കുടുംബമായിട്ട് ചിലപ്പം ആ കുട്ടിക്ക് എന്തെങ്കിലും ഇനി സംസാരിക്കത്തില്ല, കാരണം ആ കുഞ്ഞു പയ്യൻ്റെ സംസാരം, 9ാം ക്ലാസ് പഠിക്കുന്ന ആ പയ്യൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയെന്ന് പറയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ മൊത്തം പണത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിലുമാണ് നടക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടാത്ത, ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നു വരുന്ന കുറേയധികം മക്കൾ, അവരുടെ ചെറുമക്കൾ, അവരെ സ്വന്തം മക്കളായിട്ട് കാണാൻ പറ്റാതിരിക്കുക, ഈ പറയുന്ന സ്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഈ കൂട്ടത്തല്ല ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പൊതുമധ്യത്തിലേക്ക് എടുത്തിടുന്നത് അതിനേക്കാളും ഇതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു സ്ത്രീക്ക് സത്യത്തിൽ എടുത്തിട്ടത്, സ്ത്രീക്ക് പോലീസ് ഇടപെടുന്നില്ല, ഇത്രയും മോശമായിട്ട് ഉടുപ്പൊക്കെ വലിച്ചീറുക, അവരെ അത്രയും വൃത്തികെട്ട രീതിയിൽ ചെയ്തിട്ട് ഒരു ആൾക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന തരത്തിൽ ആശു ചെയ്ത കാര്യമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത് പബ്ലിസിറ്റി കിട്ടുന്ന സമയത്ത് പോലീസിന് കേസ് എടുത്തേ പറ്റൂ, അതിന് ഇടപെട്ടേ പറ്റൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആ പയ്യനെടുത്ത് ഈ ഒരു വീഡിയോ തെളിവായിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കേസിന് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് തോന്നിയെന്ന് പറയുന്നത്. ഇനി ഞാനിത് അവരെ കൊച്ചാക്കാനോ ഇവരെ കൊച്ചാക്കാനോ ചെയ്തതല്ല, എനിക്കിത് കണ്ട സമയത്ത് ഇവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുള്ളതായിട്ട് തോന്നിയത്, അതിൽ പറഞ്ഞ കണക്ക് ശരിയുള്ളതുപോലെ തോന്നിയത് കൊണ്ടാണ് ഇത് പ്രതികരിക്കുക. ഒരു പക്ഷേ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നാണ് ഞാനിതെടുത്ത് പ്രതികരിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെ പക്ഷത്ത്, ഈ സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള പക്ഷത്ത് മാത്രമേ നിൽക്കുള്ളായിരുന്നു. ഈ വീഡിയോ കണ്ടത് കൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി, എന്നാൽ മുഴുവൻ ക്ലാരിറ്റി ആയിട്ടില്ല. കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണ് ഇവിടെ. ഇനി എന്ത് കുടുംബ പ്രശ്നമാണെങ്കിലും പക്ഷേ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ തരത്തിൽ സ്വന്തം ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അതുകൂടി പറയാൻ അങ്ങനെ ആരും ശ്രമിക്കില്ലല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ലോ കരിവേരി തേക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവർക്കെതിരെ, അതായത് ആ കുടുംബത്തിനെതിരെ കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിക്ക് മോശം പറയുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. ഇനി മറ്റൊരു വീഡിയോയ്ക്കകത്ത് ആശു വീണ്ടും രണ്ടാമതൊന്നും ഭർത്താവ് അവിടെ ഇല്ലായിരുന്നൊരു സംഭവം, പക്ഷെ ആ കുഞ്ഞു പയ്യൻ പറഞ്ഞനുസരിച്ച് അതിൽ പിടിച്ചു മാറ്റുന്നത് ഭർത്താവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. ആ ഒരു ക്ലാരിഫിക്കേഷൻ ഇനി ആശു കൊടുക്കട്ടെ.